ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനായി നിയുക്ത കുന്നംകുളം MLA AC മൊയ്തീൻ പര്യടനം നടത്തുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് മോസ്കോയിൽ നിന്നും ആരംഭിച്ച പര്യടനം തെരഞ്ഞെടുപ്പ് കൺവീനർ MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി S. ബസന്തലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, ട്രഷറർ പ്രൊഫസർ KD ബാഹുലയൻ മാസ്റ്റർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിങ്കളാഴ്ച എരുമപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച ആദ്യദിന പര്യടനം വേലൂർ പഞ്ചായത്ത്, കടങ്ങോട് പഞ്ചായത്ത്, ചൊവ്വല്ലൂർ നഗരസഭ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ആനായ്ക്കലിൽ സമാപിച്ചു. ഓരോ വോട്ടിലൂടെയും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും വികസന പ്രവർത്തനങ്ങളിൽ എന്നും നിങ്ങളിൽ ഒരാളായി മുന്നിലുണ്ടാവുമെന്നും AC മൊയ്തീൻ വോട്ടർമാർക്ക് ഉറപ്പ് നൽകി. VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP തമ്മിൽ ഡീലാണ് എന്ന ആക്ഷേപം എന്തിനു വേണ്ടിയാണ് പ്രചരിപ്പിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. 3 സീറ്റിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. BJPക്ക് 3 സീറ്റ് ദാനം ചെയ്തിരിക്കുന്നു കേരളത്തിൽ. അതോടൊപ്പം കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കുത്തനെ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വോട്ട് BJPക്ക് കേരളത്തിൽ ഇപ്പോഴില്ല. അഖിലേന്ത്യാ തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ വോട്ടിന്റെ കാര്യത്തിൽ പുറകോട്ട് പോയത് എന്ന് പരിശോധിക്കുമ്പോൾ നഗ്നമായ വോട്ട് കച്ചവടമായിരുന്നു കോൺഗ്രസും UDFും തമ്മിൽ എന്ന് ഇപ്പോൾ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പര്യടനത്തിന്റെ 2ാം ദിവസമായ ചൊവ്വാഴ്ച ചെമ്മണ്ണൂർ SMC നഗറിൽ നിന്നും പര്യടനം ആരംഭിച്ച് അകത്തിയൂരിൽ സമാപിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ വരവേൽപ്പാണ് പ്രവർത്തകരും വോട്ടർമാരും ചേർന്ന് അദ്ദേഹത്തിന് നൽകുന്നത്. You are watching VCV News.